ബേക്കൽ ഡിവൈഎസ്പി വി.കെ. വിശ്വംഭരൻ നായരെ മാറ്റി. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎസ്പിമാരുടെ കാര്യത്തിൽ വ്യാപകമായ ഒരു ട്രാൻസ്ഫർ സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. ഇതിനു മുൻപ് ഈ പോലീസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒരു പാട്ടായി ഈ വിമർശനം സന്ദേശം വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ജില്ലകളിൽ നിന്ന് മാറ്റിയ ഉദ്യോഗസ്ഥരെ വീണ്ടും തിരിച്ച് പ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആഭ്യന്തരമന്ത്രി ഈ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 150-ലധികം ഈ ഡിവൈഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി. അവിടെയാണ് ബേക്കൽ ഡിവൈഎസ്പി വി.കെ. വിശ്വംഭരൻ നായരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായത്. കണ്ണൂർ ഇപ്പോൾ അത് വീണ്ടും തിരുത്തൽ വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. പകരം കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിനോദ് കുമാറിനെ ബേക്കലിൽ നിയമിച്ചു. കെ വി ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, എന്താണ് കോൺഗ്രസിൽ ഈ വിശ്വംഭരൻ നായരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എതിർപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വളരെ വേഗം അതിൽ നടപടിയെടുത്തിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ രഞ്ജിത്തെ, അതായത് 161 ഡിവൈഎസ്പിമാരെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മാറ്റി നിയമിച്ചത്. ഇതിൽ ഈ ബേക്കൽ ഡിവൈഎസ്പി വിശ്വംഭരൻ നായർക്കെതിരെ ഉയർന്ന ഒരു പരാതി ഈ കല്ല്യോട്ട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് അന്ന് അവിടെ നടന്നത്. ആ സമയത്ത് ബേക്കൽ സിഇ ആയിരുന്നു വിശ്വംഭരൻ നായർ. ഈ കോൺഗ്രസ് പ്രവർത്തകരെ വലിയ തോതിൽ വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനായാണ് വിശ്വംഭരൻ നായർ എന്ന പരാതിയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഉയർത്തിയത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാസർഗോഡ് ജില്ലയിലെത്തിയത്. നേരിട്ട് കണ്ട് പ്രവർത്തകർ ഈ കാര്യം പറയുകയും തൊട്ട് പിന്നാലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു ഉത്തരവ് വരികയുമായിരുന്നു. ഏതായാലും ഇദ്ദേഹം ചാർജ് എടുത്തിട്ടില്ല, നിയമന ഉത്തരവ് മാത്രം വന്നത് മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഡിവൈഎസ്പിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ വിശ്വംഭരൻ ഇപ്പോൾ പകരം വിജിലൻസിലേക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. അതോടൊപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിനോദ് കുമാറിനെ ഇപ്പോൾ ബേക്കലിൽ നിയമിച്ചിട്ടുണ്ട്. എന്തായാലും തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡിവൈഎസ്പിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിവാദമുണ്ടായിരിക്കുന്നു. അതോടൊപ്പം പല ജില്ലകളിലും ഇത്തരത്തിൽ സ്വന്തംകാരെ ഇങ്ങനെ കയറ്റി എന്നൊക്കെ പരാതിയൊക്കെ വരുന്നുണ്ട്. ഏതായാലും വലിയ കല്ലുകടി തുടക്കത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറയേണ്ടി വരും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ ഈ CA-മാരുടെ നിയമനവും ഇതേപോലെ ഇനി മാറാനുണ്ട്. അതിലും ഇത്തരത്തിലുള്ള പരാതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വിശ്വംഭരൻ നായർക്കെതിരെ വലിയ പരാതിയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്തുണ്ടായത്. ഇവരൊക്കെ വലിയ തോതിൽ വേട്ടയാടിയ ഒരു ഉദ്യോഗസ്ഥനെ അതേ ബേക്കൽ സ്റ്റേഷനിൽ, അതായത് കല്ല്യോട്ട് ഈ ഇരട്ടക്കൊലപാതകം നടന്ന പരിധിയിൽപ്പെടുന്ന അതേ ബേക്കൽ സ്റ്റേഷനിൽ നിയമിച്ചിട്ടുണ്ടെതിരെയാണ് വലിയ പ്രതിഷേധമേറുന്നത്. ഏതായാലും ചെന്നിത്തല ഇന്നലെ കാസർഗോഡ് ജില്ലയിലെത്തി. രാത്രിയോടുകൂടി തന്നെ ഇതിൽ ഈ നിയമനം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി. രഞ്ജിത്ത്, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന് മലപ്പുറത്തേക്ക് ആണ് ട്രാൻസ്ഫർ. മുഹമ്മദ് ഷിയാസ് MLA-യുമായി വാക്കുതർക്കം ഏർപ്പെട്ട ഉദ്യോഗസ്ഥനും ട്രാൻസ്ഫർ ഉണ്ടായി. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ജാതകം പരിശോധിക്കാനുള്ള സമയം തനിക്കില്ല എന്നായിരുന്നു മറുപടി. ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യത്യാസം സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.